രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പിണറായി വിജയന്റെ വക ഉപദേശം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ട്രാക്ടർ റാലി നടത്തിയത് കേരളത്തിലാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിലെ കർഷക സമരങ്ങളെ അവഗണിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശവും ഉപദേശവും ഒക്കെ. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത്, ഈ കർഷക ബില്ല് പാർലമെന്റ് പാസാക്കിയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കൊപ്പം നിന്ന് സമരം നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് അദ്ദേഹം ട്രാക്ടർ റാലി നടത്തി. ഹരിയാന അതിർത്തിയിൽ തടയുമെന്ന് പറഞ്ഞ ഖട്ടറുടെ ഗവൺമെന്റിന്റെ ഭീഷണിയെ, വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഹരിയാനയിലും 10,000-കണക്കിന് കർഷകർക്കൊപ്പം ട്രാക്ടർ റാലി നടത്തി. എന്ന് മാത്രമല്ല, രാജസ്ഥാനിൽ മഹാപഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലും ട്രാക്ടർ റാലി നടത്തി. അതിനുശേഷം അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പോയി. ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അമേരിക്കൻ കുത്തക കമ്പനിക്ക് വേണ്ടിയിട്ട് വിൽക്കാനും വഞ്ചിച്ചുകൊണ്ട് വിൽക്കാൻ, അവരുടെ കടല് വിൽക്കാൻ, അവരുടെ ഉപജീവനത്തെ നശിപ്പിക്കുവാൻ ഒരു ഗവൺമെന്റ് തയ്യാറായി മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരുടെ സാഹസിക ജീവിതത്തെ, ദുരിതങ്ങളെ, സങ്കടങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി അവരുടെ ഒപ്പം യാത്ര ചെയ്തത്. പിണറായി വിജയൻ എന്താണ് കരുതുന്നത്? രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ, പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ നടത്തിയ ട്രാക്ടർ റാലിയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കാം, താങ്കൾക്ക് ബോധ്യമാകുമെങ്കിൽ. എന്ന് മാത്രമല്ല, കേരളത്തിൽ മോദിക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? വയനാട്ടിൽ കർഷക റാലി നടത്താൻ പാടില്ല. താങ്കൾ ചെയ്തതുപോലെ മോദിക്കെതിരെ നിയമസഭയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രമേയത്തിൽ ഒരു വാക്ക് ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ അത് നിരസിച്ച മുഖ്യമന്ത്രിയല്ലേ താങ്കൾ? താങ്കൾക്ക് മോദിയെ പേടിയുണ്ടാകും, രാഹുൽ ഗാന്ധിക്ക് മോദിയെ പേടിയില്ല. താങ്കൾക്ക് മോദിയെ പേടിക്കുന്നതിന് കാരണവും ഉണ്ടാകും, രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഉപദേശം വർമ്മസാർ ഒന്ന് നിർത്തിയിട്ട് അന്തസ്സായി നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിൽ സമരം ചെയ്തവരോടൊപ്പം നിൽക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ണൂർ പാർട്ടിയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധി BJPയുടെ ഏജന്റ് ആണെന്ന് ഇന്നലെ പറഞ്ഞു. രാഹുൽ ഗാന്ധി BJPയുടെ ഏജന്റ് ആണെന്ന് യെച്ചൂരിക്ക് അഭിപ്രായമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് ഇപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്ന CPMന്റെ തമിഴ്നാട്ടിലെ സഹാക്കന്മാർക്ക് അഭിപ്രായമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് മത്സരിക്കാൻ നിൽക്കുന്ന ആസാമിലെ CPMന്റെ സഹാക്കന്മാർക്ക് അഭിപ്രായമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് മത്സരിക്കുന്ന ബംഗാളിലെ CPM സഹാക്കന്മാർക്ക് അഭിപ്രായമുണ്ടോ? അതുകൊണ്ട് രാഷ്ട്രീയത്തെ കോമഡി ആക്കരുത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താങ്കളുടെ ഈ പ്രസ്താവനകളെ CPMന്റെ ഈ സംസ്ഥാനങ്ങളിലെ അണികൾക്ക് പോലും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയും കേരളത്തിലുണ്ടാകും. മത്സ്യത്തൊഴിലാളികളോടൊപ്പം പോവും, കർഷകരോടൊപ്പം പോവും, വിദ്യാർത്ഥികളോടൊപ്പം പോവും. നിങ്ങൾ കാണാൻ കൂട്ടാക്കാത്ത PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിൽ പോകും. അവരുടെ കരച്ചിലും കണ്ണീരും സങ്കടങ്ങളും കാണും. അവരെ ആശ്വസിപ്പിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അസ്വസ്ഥമാകാൻ തുടങ്ങിയാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നന്ദി, നമസ്കാരം.